കൊട്ടാരക്കര പുലവൻ ജംഗ്ഷനിൽ MC റോഡിൽ മരം കടപുഴകി വീണു. സ്കൂട്ടർ യാത്രികരും ലോറി തൊഴിലാളിയെ വനിതയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ച് നിൽക്കുകയാണ്. സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ ചെയ്യുന്നു. സുജിത്ത്, ഇങ്ങനെ വീഴുമെന്ന് എന്തെങ്കിലും നമുക്ക് തോന്നിയ മരമായിരുന്നോ? അപകട സാധ്യതയിൽ നിന്ന മരമായിരുന്നോ? വിവരങ്ങൾ. സുഹൈൽ, 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം MC റോഡിൽ പുലമൺ ജംഗ്ഷന് സമീപമുണ്ടായത്. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വീഴാൻ പാകത്തിന് കടപുഴകാൻ പാകത്തിന് നിരവധി മരങ്ങളാണ് ഈ പരിസരത്തുള്ളത്. ഇവയൊക്കെ തന്നെ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ഏറെ നാളായി ഉയരുന്നതാണ്. പക്ഷേ അധികൃതർ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇനിയും അപകടകരമായ നിലയിൽ നിരവധി മരങ്ങളാണ് MC റോഡിൻ്റെ അരികിലായി ഇത്തരത്തിൽ അപകട സാധ്യത ഉയർത്തിക്കൊണ്ട് അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഇന്നെന്തായാലും 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുചക്ര വാഹന യാത്രികന്റെ പുറത്തേക്ക് മരം വീണെങ്കിലും ആ മരത്തിന്റെ ശിഖിരങ്ങൾക്കിടയിൽ ഇദ്ദേഹം പെടുകയായിരുന്നു. അതുകൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. മാത്രമല്ല, സമീപത്തായ ഒരു ലോട്ടറി തൊഴിലാളിയായ വനിത, മൈലം സ്വദേശിയായ ശ്രീലത ഇരിപ്പുണ്ടായിരുന്നു. അവരും വളരെ അത്ഭുതകരമായി തന്നെയായിരുന്നു രക്ഷപ്പെട്ടത്. തലനാഴിലേക്കാണ് ഈ 2 പേരും രക്ഷപ്പെട്ടത്. ഈ സമയത്ത് അധികം വാഹനങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ടാണ് മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത്. ഏതാണ്ട് അരമണിക്കൂറോളം സ്ഥലത്ത് MC റോഡിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. മരം വീണ ഇവിടെ നിരവധി വൈദ്യുത തൂണുകൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുത ലൈനുകളും പൊട്ടി വീണിട്ടുണ്ട്. അവയൊക്കെ തന്നെ ആ തകരാർ പരിഹരിക്കുന്ന പ്രവർത്തികളിലാണ് ഇപ്പോൾ KSEB അധികൃതരും ഏർപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ മരങ്ങൾ മുറിച്ചു നീക്കിയിരിക്കുന്നു. ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. സുഹൈൽ, അപകടാവസ്ഥയിലുള്ള മരം ഇതുവരെ മുറിച്ചു മാറ്റാതെ വീഴാൻ കാത്തിരുന്നവരെ സമ്മതിക്കണം. തലനാരിഴയ്ക്കാണ് 2 ജീവനുകൾ രക്ഷപ്പെട്ടത്. മറിച്ചായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും ഇത്തരത്തിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ ഇനിയെങ്കിലും ത്വരിത നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം.